ruchibedhangal. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ഒഴിച്ചുകറിയാണ് കാണാൻ പോണത്. അതും ചെറുപരിപ്പ് കൊണ്ടാണ്. ഇത് ചോറിന് കഴിക്കേണ്ട ഒരു കറിയാട്ടോ. ചപ്പാത്തിക്ക് അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കാറ്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അതേസമയം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കറിയുടെ പേര് ഉപ്പ് പരിപ്പ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ, അതായത് പാലക്കാട് ഉണ്ടാക്കാറുള്ള ഒരു കറിയാണത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ചെറുപരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറുപരിപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ പച്ചമണം വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യണത്. 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചെറുപരിപ്പ്. ഇതിൻ്റെ കളറ് മാറാൻ പാടില്ല. സിമ്മിലിട്ടിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നല്ലൊരു മണം വരും, അതുവരെ മതിയാവും. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ആറിക്കോട്ടെ. ആറിയ ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് ആറിയ ശേഷം ഞാൻ വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം കഴുകിയ ശേഷം നല്ലവെള്ളം ഒഴിച്ച് നമുക്ക് പ്രഷർ കുക്കറിലിടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ ഒരു കറിയിൽ കുരുമുളകിൻ്റെ ആധിക്യമാണ് കൂടുതൽ വേണ്ടത്, അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചത്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. 1 വിസിലിന് വേവിച്ചെടുക്കണം. ഇനി ആദ്യം നമുക്ക് താളിക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്വാദ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ ജീരകം. ഇനി ഒരു 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് മുറിച്ചാണ് വട്ടത്തിൽ. കറിവേപ്പില നന്നായിട്ടൊന്ന് വഴണ്ട് വന്നോട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇത് അത്ര തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ഒരിക്കലും തണുത്ത വെള്ളം കറിയിലേക്ക് ഒഴിക്കരുത്, ഏത് കറി ആയാലും ശരി. അപ്പോൾ ഞാനിന്ന് ഇതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് പരിപ്പിടാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറുപരിപ്പ് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ വേവിച്ചെടുത്ത പരിപ്പ് കുറച്ചധികം വെന്ത് പോയി, 2 വിസിലായിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങൾ വെക്കണ സമയത്ത് 1 വിസിലിൽ കറക്റ്റായിട്ട് നിർത്തണം. കുറച്ച് അധികം വെന്തു എന്ന് മാത്രം. ഇതൊന്ന് തിള വന്നോട്ടെ. അങ്ങനെ നമ്മുടെ ഉപ്പ് പരിപ്പ് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കറിയാണ്. കാരണം അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുരുമുളകിൻ്റെ സ്വാദോടുകൂടിയുള്ള ഒരു ചെറുപരിപ്പ് കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇത് ഇരിക്കുന്നതോറും വീണ്ടും കൊഴുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം വേണം ഇതിൽ ഒഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണം. എന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.